ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 12. ലോകോത്തര കമ്പനികളുടെ കരുത്തിൽ കേരളത്തിൻ്റെ IT പാർക്കുകൾ. നൂതന സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ച് ആഗോള കമ്പനികൾക്ക് ഇഷ്ടപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി കേരളം മാറുകയാണ്. കാർബൺ പുറന്തള്ളൽ കുറഞ്ഞതും സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതിക്കും പ്രത്യേകതകൾക്കും അനുയോജ്യമായതും ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതുമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് LDF സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ഈ നയം ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ് ആഗോളതലത്തിലെ പ്രമുഖരായ IT അനുബന്ധ കമ്പനികൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. വിവര സാങ്കേതിക വിദ്യാരംഗത്തെ മുന്നേറ്റങ്ങളിൽ രാജ്യത്തിന് മാതൃകയായ പല സ്ഥാപനങ്ങളും പദ്ധതികളും കേരളത്തിൻ്റേതായിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദന കമ്പനി, ആദ്യത്തെ IT പാർക്ക്, ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്നിവയെല്ലാം കേരളത്തിലാണ് ആരംഭിച്ചത്. ഇതിൻ്റെ തുടർച്ചയായാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ടോറസ് ഡൗൺ ടൗൺ പ്രവർത്തനം തുടങ്ങിയത്. പലവിധ സ്ഥാപിത താൽപ്പര്യക്കാർ സൃഷ്ടിച്ച കടമ്പകളെ അതിജീവിച്ചാണ് LDF സർക്കാർ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ടെക്നോ പാർക്കിൽ 11.45 ഏക്കർ സ്ഥലത്ത് ടോറസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്സും എംബസി ഗ്രൂപ്പും പൂർത്തീകരിച്ച എംബസി ടോറസ് ടെക്സോൺ എന്ന അത്യാധുനിക ഓഫീസ് സമുച്ചയത്തിലെ 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള നയാഗ്ര എന്ന ആദ്യ കെട്ടിടം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ടെക്നോ പാർക്കിലെ IT വ്യവസായ മേഖലയിൽ വികസന കുതിപ്പ് സൃഷ്ടിക്കുന്ന ഫേസ് 3 പ്രധാന പദ്ധതികളിലൊന്നായ ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രം കേരളം ലക്ഷ്യസ്ഥാനമായി കാണുന്ന ലോകോത്തര IT കമ്പനികളെ ആകർഷിക്കാൻ കൂടുതൽ സഹായകമാകും. സംസ്ഥാനത്ത് ശക്തമായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. ടെക്നോ പാർക്കിന് പുറമെ കൊച്ചിയിലെ ഇൻഫോ പാർക്കും കോഴിക്കോട്ടെ സൈബർ പാർക്കും ദേശീയ തലത്തിലും ആഗോളതലത്തിലും ശ്രദ്ധിക്കപ്പെടുകയാണ്. കൊച്ചിയിൽ IBM ലാബ് പ്രവർത്തനം തുടങ്ങിയത് എടുത്തു പറയേണ്ടതാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ രാജ്യത്തു നിന്നുള്ള IT കയറ്റുമതിയുടെ 10% കേരളത്തിൽ നിന്നാക്കാനും IT-യിലും അനുബന്ധ മേഖലകളിലുമായി 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സർക്കാർ IT പാർക്കുകൾ നേരിട്ടും ഉപസംരംഭകർ മുഖേനയും വികസിച്ചതുൾപ്പെടെ 2 കോടിയിലധികം ചതുരശ്ര അടി സ്ഥലം കേരളത്തിലെ IT പാർക്കുകളിലുണ്ട്. ടെക്നോ പാർക്കിൻ്റെ 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിൽ വികസിപ്പിക്കുന്ന ക്യാമ്പസിൽ ജോലി, പാർപ്പിട സൗകര്യങ്ങൾ, ഷോപ്പിംഗ് സൗകര്യങ്ങൾ, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ മിനി ടൗൺഷിപ്പായ ക്വാഡിന് അംഗീകാരം നൽകി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ദേശീയപാതയോട് ചേർന്ന് 5G സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ 20 ചെറുകിട IT പാർക്കുകളും സ്ഥാപിക്കുന്നു. ആഗോള കമ്പനികൾക്ക് വേണ്ടി കേരളത്തിലിരുന്ന് പണിയെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം നൂതന സാങ്കേതികവിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ചെറുകിട സംരംഭങ്ങളും വ്യവസായങ്ങളും യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ. തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബാക്കുന്നു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ICT അക്കാദമി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ടെക്നോ പാർക്കിൻ്റെയും കൂട്ടായ നേതൃത്വത്തിലാണ് ഇത്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതിയും നടപ്പാക്കുന്നു. കരുത്തുറ്റ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിന് പ്രാമുഖ്യം നൽകിയാണ് സ്റ്റേറ്റ്സ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ 2021 ടോപ്പ് പെർഫോമർ പുരസ്കാരം കേരളം നേടിയത്. സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യത്തെ തന്നെ മികച്ച സ്ഥാപനമായി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ ഇന്ത്യ ഫസ്റ്റ് ടെക് സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് 2022 തിരഞ്ഞെടുത്തു. ഫ്യൂച്ചർ ടെക്നോളജി ലാബ്, IoT ലാബ്, സൂപ്പർ ഫാബ് ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി സ്റ്റാർട്ടപ്പ് സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നു. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിയുണ്ട്. നൂതന സാങ്കേതികവിദ്യാ മേഖലയിൽ ലോകം കുതിക്കുമ്പോൾ ആ മുന്നേറ്റത്തിൻ്റെ മുൻനിരയിൽ തന്നെ കേരളത്തെയും നിർത്താനുള്ള ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനമാണ് LDF സർക്കാർ നടത്തുന്നത്.